വേണ്ട സൂത്രം. ഈ വേണ്ട എന്ന സൂത്രം എന്താണ്? ഈ സൂത്രം വഴിയായി വാക്യങ്ങൾ എങ്ങനെ പറയാമോ എന്നത് തുടർന്ന് വരുന്ന പേജുകളിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വേണ്ട സൂത്രം വാക്യത്തിന്റെ അവസാനത്തിൽ വേണ്ട എന്ന് വരുമ്പോൾ, അതായത് ആഹാരം കഴിക്കേണ്ട, പോകേണ്ട, നോക്കണ്ട, വരേണ്ട, ഉറങ്ങേണ്ട, വായിക്കേണ്ട തുടങ്ങിയ വാക്കുകളിൽ ഡോണ്ട് എന്ന് ഉപയോഗിക്കണം. ഡു നോട്ട് എന്നാൽ ഡോണ്ട്, വേണ്ട എന്നാൽ ഷോർട്ട് ഫോം, ഡു നോട്ട് എന്നാൽ ലോങ് ഫോം. സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഷോർട്ട് ഫോമായി ഡോണ്ട് എന്ന് ഉപയോഗിക്കുക. ഡോണ്ട് എന്നാൽ വേണ്ട എന്നർത്ഥം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബ് എടുത്തുകൊള്ളുക. ആഹാരം കഴിക്കണ്ട, എഴുതണ്ട, പറയണ്ട, പാടേണ്ട, ഉറങ്ങണ്ട എന്നിങ്ങനെ നിത്യേന നാം ഉപയോഗിക്കുന്ന പദങ്ങളാണല്ലോ. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതെല്ലാം എങ്ങനെ പറയാമെന്ന് വിശദീകരിച്ച് വാക്കുകളിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വേണ്ട സൂത്രം മലയാളത്തിൽ നോക്കണ്ട എന്ന പദത്തിന് ഇംഗ്ലീഷിൽ നോക്കണ്ട, അതായത് ഡോൺ സി എന്നാണ്. നോക്കുക എന്നതിന് സി, നോക്കണ്ട എന്നാൽ ഡോൺ സി, പോകണ്ട എന്നാൽ ഡോൺ ഗോ, ഗോ എന്നാൽ പോകുക, പോകേണ്ടതില്ല എന്നതിനും ഡോൺ ഗോ. ഇവിടെ ഡോൺ എന്ന വാക്ക് ആഡ് ചെയ്തു വിട്ടാൽ ശരിയായി വരും. എഴുതണ്ട എന്നാൽ ഡോൺ റൈറ്റ്, പാടേണ്ട എന്നതിന് ഡോൺ സിംഗ്, ആഹാരം കഴിക്കേണ്ട എന്നതിന് ഡോൺ ഈറ്റ് എന്നിങ്ങനെ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കണ്ടുമുട്ടേണ്ട എന്നാൽ ഡോൺ മീറ്റ്, വാങ്ങേണ്ട എന്നാൽ ഡോൺ ബൈ, ഇരിക്കേണ്ട എന്നാൽ ഡോൺ സിറ്റ്, സംസാരിക്കേണ്ട എന്നാൽ ഡോൺ ടോക്ക്, പറയേണ്ട എന്നാൽ ഡോൺ ടോക്ക്, കളിക്കേണ്ട എന്നാൽ ഡോൺ പ്ലേ. ഇപ്രകാരം എത്ര വേണമെങ്കിലും പറയാം. വേണ്ട എന്ന് പറയുവാൻ ഡോണ്ട് എന്ന പദം പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വേണ്ട എന്ന സൂത്രം മൂലം ചെറിയ ചെറിയ വാക്യങ്ങൾ, താഴെ കൊടുത്ത ഈ വാക്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം. നമ്പർ 1, ചെന്നൈയിലേക്ക് പോകണ്ട. നമ്പർ 2, പാട്ട് പാടണ്ട. നമ്പർ 3, ഉച്ചത്തിൽ സംസാരിക്കേണ്ട. നമ്പർ 4, മാമ്പഴം കഴിക്കണ്ട. നമ്പർ 5, ക്രൈം നോവലുകൾ വായിക്കണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നമ്പർ 6, വേഗത്തിൽ നടക്കേണ്ട. നമ്പർ 7, ആവശ്യമില്ലാതെ ആഹാരം കഴിക്കേണ്ട. നമ്പർ 8, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണ്ട. നമ്പർ 9, ഓഫീസിലേക്ക് പോകണ്ട. നമ്പർ 10, മാർക്കറ്റിൽ വാങ്ങണ്ട. ഇപ്രകാരം എല്ലാം ശരിയാണ്. വാക്യത്തിൽ പോകണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും ഇപ്രകാരം പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഞാൻ 10 വാക്യങ്ങൾ മലയാളത്തിൽ പറയും. അതനുസരിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? റിവേഴ്സ് സൂത്രം മൂലം ചെറിയ ചെറിയ വാക്യങ്ങൾ, ഈ വാക്യങ്ങൾ സുഹൃത്തുക്കൾക്ക് നന്നായി അറിയാം. ചെന്നൈയിലേക്ക് പോകണ്ട, ഇതുപോലെയുള്ള വാക്യങ്ങൾ കൂട്ടുകാരോട് പറയാം. പാട്ട് പാടണ്ട, ഇത്തരം വാക്യങ്ങൾ നമ്മളെക്കാൾ പ്രായം കൂടുതലുള്ളവരോട് പറയരുതേ. ചെന്നൈയിലേക്ക് പോകണ്ട എന്ന് കാര്യമായി പറയാം. ഓക്കെ, നമ്പർ 1, ചെന്നൈയിലേക്ക് പോകണ്ട. ചെന്നൈയിലേക്ക് പോകണ്ട എന്ന വാക്യത്തിൽ എത്ര വാക്കുകൾ ഉണ്ട് സർ? ചെന്നൈ എന്നത് ഒരു വാക്ക്, ലേക്ക് പോകണ്ട എന്നിങ്ങനെ ആകെ 3 വാക്കുകൾ ഉണ്ട് സർ. ചെന്നൈ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ലേക്ക് എന്ന പദം ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, പോകണ്ട എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. പോകണ്ട എന്ന വാക്കിന് 1 എന്ന് എഴുതുക, ലേക്ക് എന്ന വാക്കിന് 2 എന്ന് എഴുതുക, ചെന്നൈ എന്ന പദത്തിന് 3 എന്ന് എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ പോകണ്ട എന്നാൽ ഡോൺ ഗോ എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. ലേക്ക് എന്നാൽ 2, ചെന്നൈ എന്നാൽ ചെന്നൈ. ഇപ്പോൾ മലയാള വാക്യത്തിൽ നാം കൂട്ടുകാരെ പോലെ യോജിക്കുന്നത് പോലെ ഈ വാക്യം പറഞ്ഞാൽ എന്തായിരിക്കും? ചെന്നൈയിലേക്ക് പോകണ്ട എന്നാൽ ഇംഗ്ലീഷിൽ ഡോൺ ഗോ ടു ചെന്നൈ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 2, പാട്ട് പാടണ്ട. പാട്ട് പാടേണ്ട എന്ന വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട് സർ? ഈ വാക്യത്തിൽ ആകെ 2 വാക്കുകളാണുള്ളത്. പാട്ട് എന്നത് ഒരു വാക്ക്, പാടേണ്ട എന്നത് മറ്റൊരു വാക്ക്. പാട്ട് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, പാടേണ്ട എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. പാടേണ്ട എന്ന വാക്കിന് 1 എന്നിടുക, പാട്ട് എന്ന വാക്കിന് 2 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ പാടേണ്ട
എന്നാൽ ഡോൺ സിംഗ് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. പാട്ട് എന്നാൽ എ സോങ്. ഇപ്പോൾ മലയാള വാക്യത്തിൽ നാം നമ്പർ രൂപത്തിൽ ആണോ സൂചിപ്പിച്ചത്? അത് പ്രകാരം വായിച്ചാൽ എന്തായിരിക്കും? പാട്ട് പാടേണ്ട എന്നാൽ ഇംഗ്ലീഷിൽ ഡോൺ സിംഗ് എ സോങ് എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 3, കിരണിനോട് സംസാരിക്കേണ്ട. കിരണിനോട് സംസാരിക്കേണ്ട എന്ന ഈ വാക്യത്തിൽ ആകെ എത്ര വാക്കുകളുണ്ട് സർ? ഈ വാക്യത്തിൽ ആകെ 3 വാക്കുകളുണ്ട്. കിരൺ എന്നത് ഒരു വാക്ക്, ഓട് എന്നത് മറ്റൊരു വാക്ക്, സംസാരിക്കേണ്ട എന്നത് മറ്റൊരു വാക്ക്. കിരൺ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ഓട് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, സംസാരിക്കേണ്ട എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. സംസാരിക്കേണ്ട എന്ന വാക്കിന് 1 എന്ന് എഴുതുക, ഓട് എന്ന വാക്കിന് 2 എന്ന് എഴുതുക, കിരണിനോട് എന്ന വാക്കിന് 3 എന്ന് എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ സംസാരിക്കേണ്ട എന്നാൽ ഡോൺ ടോക്ക് എന്നാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഓട് എന്നാൽ 2, കിരൺ എന്നാൽ കിരൺ. ഇപ്പോൾ മലയാളത്തിൽ നമ്പർ പ്രകാരം എങ്ങനെ സൂചിപ്പിച്ചിരിക്കുമോ അതുപ്രകാരം വായിച്ചാൽ എങ്ങനെയായിരിക്കും? കിരണിനോട് സംസാരിക്കേണ്ട എന്നാൽ ഡോൺ ടോക്ക് ടു കിരൺ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 4, മാമ്പഴം കഴിക്കേണ്ട. മാമ്പഴം കഴിക്കേണ്ട എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 2 വാക്കുകളാണുള്ളത്. മാമ്പഴം എന്നത് ഒരു വാക്കും, കഴിക്കേണ്ട എന്നത് മറ്റൊരു വാക്കും. മാമ്പഴം എന്ന വാക്ക് ഒരു ഭാഗമായി ഡിവൈഡ് ചെയ്യണം. കഴിക്കേണ്ട എന്ന വാക്കിന് 1 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ കഴിക്കേണ്ട എന്നാൽ ഡോൺ ഈറ്റ് എന്നതാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മാമ്പഴം എന്നാൽ ദി മാംഗോ. ഇപ്പോൾ മലയാളം വാക്യത്തിൽ രൂപപ്പെടുത്തിയത് എങ്ങനെയായിരിക്കും? മാമ്പഴം കഴിക്കേണ്ട എന്നാൽ ഇംഗ്ലീഷിൽ ഡോണ്ട് ഈറ്റ് ദി മാംഗോ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 5, ക്രൈം നോവലുകൾ വായിക്കേണ്ട. ക്രൈം നോവലുകൾ വായിക്കേണ്ട എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 2 വാക്കുകളാണുള്ളത്. ക്രൈം നോവലുകൾ എന്നത് ഒരു വാക്ക്, വായിക്കേണ്ട എന്നത് മറ്റൊരു വാക്ക്. ക്രൈം നോവലുകൾ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, വായിക്കരുത് എന്നത് മറ്റൊരു വാക്കും ഡിവൈഡ് ചെയ്യുക. വായിക്കേണ്ട എന്ന വാക്കിന് 1 എന്ന് എഴുതുക, ക്രൈം നോവലുകൾ എന്ന വാക്കിന് 2 എന്നും എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം വായിക്കുമ്പോൾ വായിക്കേണ്ട എന്നാൽ ഡോണ്ട് റീഡ് എന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ക്രൈം നോവലുകൾ എന്നാൽ ക്രൈം നോവൽസ്. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ നമ്പർ എങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നുവോ അങ്ങനെ വായിച്ചാൽ എങ്ങനെയിരിക്കും? ക്രൈം നോവലുകൾ വായിക്കേണ്ട എന്നത് ഇംഗ്ലീഷിൽ ഡോണ്ട് റീഡ് ക്രൈം നോവൽസ് എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 6, വേഗത്തിൽ നടക്കേണ്ട. വേഗത്തിൽ നടക്കേണ്ട എന്ന ഈ വാക്യത്തിൽ ആകെ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ 2 വാക്കുകളുണ്ട്. വേഗത്തിൽ എന്നത് ഒരു വാക്ക്, നടക്കേണ്ട എന്നത് മറ്റൊരു വാക്ക്. വേഗത്തിൽ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, നടക്കേണ്ട എന്നതിന് 1 എന്ന് എഴുതുക, വേഗത്തിൽ എന്നതിന് 2 എന്ന് എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ നടക്കേണ്ട എന്നാൽ ഡോൺ വാക്ക് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. വേഗത്തിൽ എന്നാൽ ഫാസ്റ്റ്. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ എപ്രകാരം നമ്പർ എഴുതിയോ അതുപ്രകാരം പറഞ്ഞാൽ എന്തായിരിക്കും? വേഗത്തിൽ നടക്കണ്ട എന്നാൽ ഇംഗ്ലീഷിൽ ഡോൺ വാക്ക് ഫാസ്റ്റ് എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 7, ആവശ്യമില്ലാതെ ഭക്ഷിക്കേണ്ട. ആവശ്യമില്ലാതെ ഭക്ഷിക്കേണ്ട എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 2 വാക്കുകളുണ്ട്. ആവശ്യമില്ലാതെ എന്നത് ഒരു വാക്ക്, ഭക്ഷിക്കേണ്ട എന്നത് മറ്റൊരു വാക്ക്. ആവശ്യമില്ലാതെ എന്നതിന് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ഭക്ഷിക്കേണ്ട എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഭക്ഷിക്കേണ്ട എന്ന വാക്കിന് 1 എന്നിടുക, ആവശ്യമില്ലാതെ എന്ന വാക്കിന് 2 എന്നും ഇടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഭക്ഷിക്കേണ്ട എന്നാൽ ഡോണ്ട് ഈറ്റ് എന്നത് മുമ്പ് പറഞ്ഞു. ആവശ്യമില്ലാതെ എന്നാൽ അൺനെസസറിലി. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ നമ്പർ എപ്രകാരം വിട്ടുവോ അതുപ്രകാരം വായിച്ചാൽ എന്തായിരിക്കും? ആവശ്യമില്ലാതെ ഭക്ഷിക്കേണ്ട എന്നതിന് ഡോണ്ട് ഈറ്റ് അൺനെസസറിലി എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 8, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണ്ട. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണ്ട എന്ന ഈ വാക്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഈ വാക്യത്തെ 3 വാക്കുകളായി ഡിവൈഡ് ചെയ്യണം. കമ്പ്യൂട്ടർ എന്നത് ഒരു വാക്ക്,
ഇൽ എന്നത് മറ്റൊരു വാക്ക്, ടൈപ്പ് ചെയ്യണ്ട എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്താൽ ആകെ 3 എണ്ണം ഉണ്ടാകും. ടൈപ്പ് ചെയ്യണ്ട എന്ന വാക്കിന് 1 ഇടുക, ഇൽ എന്ന ശബ്ദത്തിന് 2 ഇടുക, കമ്പ്യൂട്ടർ എന്ന വാക്കിന് 3 എന്നിടുക. ടൈപ്പ് ചെയ്യണ്ട എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഡോൺ ടൈപ്പ് എന്ന് പറഞ്ഞു. ഇൽ എന്നാൽ ഇൻ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ നമ്പർ ഏത് പ്രകാരം എഴുതിയോ അപ്രകാരം വായിച്ചാൽ എന്തായിരിക്കും? കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണ്ട എന്നാൽ ഇംഗ്ലീഷിൽ ഡോൺ ടൈപ്പ് ഇൻ ദി കമ്പ്യൂട്ടർ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 9, മാർക്കറ്റിൽ വാങ്ങണ്ട. മാർക്കറ്റിൽ വാങ്ങേണ്ട എന്ന ഈ വാക്യം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഈ വാക്യത്തെ 3 വാക്കുകളായി ഡിവൈഡ് ചെയ്യണം. മാർക്കറ്റ് എന്നത് ഒരു വാക്ക്, ഇൽ എന്നത് മറ്റൊരു വാക്ക്, വാങ്ങണ്ട എന്നത് മറ്റൊരു വാക്ക്. മാർക്കറ്റ് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, വാങ്ങണ്ട എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ഇൽ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. വാങ്ങേണ്ട എന്ന വാക്കിന് 1 എന്നിടുക, ഇൽ എന്ന വാക്കിന് 2 എന്നിടുക, മാർക്കറ്റ് എന്ന വാക്കിന് 3 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ വാങ്ങേണ്ട എന്നാൽ ഡോണ്ട് ബൈ എന്നതാണെന്ന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇൽ എന്നാൽ ഇൻ, മാർക്കറ്റ് എന്നാൽ മാർക്കറ്റ്. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ എന്തായിരിക്കും? മാർക്കറ്റിൽ വാങ്ങേണ്ട എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡോണ്ട് ബൈ ഇൻ ദി മാർക്കറ്റ് എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 10, ഓഫീസിലേക്ക് പോകേണ്ട. ഓഫീസിലേക്ക് പോകേണ്ട എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ 3 വാക്കുകളുണ്ട്. അവ ഏവ? ഓഫീസ് എന്നത് ഒരു വാക്ക്, ലേക്ക് എന്നത് മറ്റൊരു വാക്ക്, പോകേണ്ട എന്നത് മറ്റൊരു വാക്ക്. ഓഫീസ് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ലേക്ക് എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക, പോകേണ്ട എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. പോകേണ്ട എന്ന വാക്കിന് 1 എന്ന് എഴുതുക, ലേക്ക് എന്നതിന് 2 എന്ന് എഴുതുക, ഓഫീസ് എന്ന വാക്കിന് 3 എന്നും എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ പോകേണ്ട എന്നാൽ ഡോണ്ട് ഗോ എന്നാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ലേക്ക് എന്നാൽ 2, ഓഫീസ് എന്നാൽ ഓഫീസ്. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ നമ്പർ എപ്രകാരം എഴുതിയോ അതുപ്രകാരം വായിച്ചാൽ എന്തായിരിക്കും? ഓഫീസിലേക്ക് പോകണ്ട എന്നാൽ ഡോണ്ട് ഗോ ടു ഓഫീസ് എന്ന് പറയണം. സോ ഇപ്പോൾ നിങ്ങൾ എന്തായാലും ശരി വേണ്ട എന്ന് ശബ്ദം ചെയ്യുമ്പോൾ ഡോണ്ട് എന്നത് ഉപയോഗിച്ച് ആ വെർബിന് എന്ന ഉചിതമായ രീതിയിൽ പറയണം സാർ. ഓക്കെ, ഭക്ഷിക്കേണ്ട, നോക്കേണ്ട, പറയണ്ട, പോകേണ്ട, പാടേണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ അവയുടെ കൂടെ ഡോണ്ട് എന്ന് ഉപയോഗിച്ച് ആ വെർബ് എന്താണെന്ന് പറയുക. ഓക്കെ, വേണ്ട എന്നതിനെ പറ്റി ഇനിയും യാതൊരു തരത്തിലും സംശയമില്ലല്ലോ. ഓക്കെ.